ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗമായ എൻ വിജയകുമാറിൻ്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. എൻ വിജയകുമാർ സമർപ്പിച്ച 2 ജാമ്യ ഹർജികളും കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജികൾ നൽകിയിരുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രേഖകളിൽ ഒപ്പിട്ടതെന്നും സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നുമായിരുന്നു വിജയകുമാറിൻ്റെ വാദം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് CPM പ്രതിനിധിയായിരുന്നു എൻ വിജയകുമാർ. സ്വർണ്ണക്കൊള്ള കേസിൽ 2025 ഡിസംബർ 29-നാണ് പ്രത്യേക അന്വേഷണ സംഘം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും പ്രതിയാണ് വിജയകുമാർ. പത്മകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പാളികൾ കൈമാറാനുള്ള രേഖകളിൽ ഒപ്പുവെച്ചതെന്നും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് വിജയകുമാറിൻ്റെ മൊഴി. റിമാൻഡിൽ കഴിയവെയാണ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ വിശദമായി വാദം കേട്ട ശേഷമാണ് കോടതിയുടെ ഇപ്പോഴത്തെ നടപടി. കേസിൽ 8 പ്രതികൾ ഇതിനോടകം ജാമ്യം നേടി ജയിൽ മോചിതരായിട്ടുണ്ട്. ഇതിൽ 6 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ്. 2 പേർക്ക് റിമാൻഡ് കാലയളവിൽ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെ ജാമ്യഹർജി ബുധനാഴ്ച വിജിലൻസ് കോടതി വിശദമായി വാദം കേൾക്കും. അതേസമയം പങ്കജ് ഭണ്ഡാരി ചെന്നൈയിൽ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം.